രാത്രിയിൽ എപ്പോഴോ കുഞ്ഞിനെ ആരോ അടിച്ചുകൊണ്ട് പോയി. അമ്മയുടെ പാലും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയ കുഞ്ഞിനെയാണ് ഇപ്പോൾ കാണാത്തത്. പക്ഷെ ആരായിരിക്കും അടിച്ചിട്ട് പോയത്? ഒരു പിടിയുമില്ല. പിറകിലത്തെ വാതിൽ തകർത്താണ് ഏതോ കള്ളന്മാർ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. പോലീസ് എത്തി വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ആരായിരിക്കും ആ കുഞ്ഞിനെ കൊണ്ടുപോയത്. അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള തെളിവ് പോലീസ് ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയാണ്. ആ കള്ളൻ അവശേഷിപ്പിച്ച ഒരേ ഒരു തെളിവ്. എന്തായാലും കള്ളനെ കയ്യോടെ പോലീസ് പിടികൂടുകയാണ്. എങ്ങനെയായിരിക്കും ആ കള്ളനെ പിടികൂടിയത്? ആരായിരിക്കും ആ കള്ളൻ? അല്ലേ? ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സുരിതയ്ക്കെന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എങ്ങനെ ഉറങ്ങാൻ പറ്റും? നിങ്ങൾ പറ. ഇങ്ങനൊരു ദിവസം ഇനി കിട്ടത്തേയില്ല. ഒരുപാട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന രാത്രിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള ദിവസമാണിന്ന്? കാരണം ഭർത്താവായ സജി ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് പോയി. ഇനി അയാളുടെ ശല്യമില്ല. അച്ഛനാണെങ്കിൽ ദേ ആ കാണുന്ന ദൂരെയുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ ഈ സമയത്ത് വരത്തില്ല. ഈ വീട്ടിൽ ആകെയുള്ളത് സുരിതയുടെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്, പിന്നെ 2 കൊച്ചു പിള്ളേരുണ്ട്. അത് സുരിതയുടെ മക്കളാണ്. ഇപ്പോൾ സമയം രാത്രി 2 മണി കഴിഞ്ഞിരിക്കുവാണ്. ലോകം ഉറക്കത്തിൻ്റെ ആ ഗാഢ നിദ്രയിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്. ഒരു ശബ്ദമില്ല, ബഹളമില്ല, എങ്ങും ശാന്തത മാത്രം. നമ്മുടെ സുരിതയ്ക്കാണ് ഉറക്കം വരുന്നേയില്ല. വൈകിട്ട് ഉറങ്ങാൻ കിടക്കുന്ന പോലെ ഭാവിച്ച, പക്ഷേ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയല്ല. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പതുക്കെ സുരിത ഇങ്ങനെ തലപൊക്കി നോക്കുകയാണ്. താഴെ നിലത്ത് വിരിച്ച് അമ്മ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിരിക്കുകയാണ്. ഇനി ഇടി വെട്ടിയാൽ പോലും അമ്മ എഴുന്നേക്കത്തില്ല. തൊട്ടപ്പുറത്തെ മുറിയിലാണ് സഹോദരിയാണെങ്കിൽ എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞു. എല്ലാം കൊണ്ട് അനുകൂലമായ സാഹചര്യമാണ്. സുരിത തൻ്റെ വലതുവശത്തും ഇടതുവശത്തും കിടക്കുന്ന കുഞ്ഞുങ്ങളെ മാറി മാറി നോക്കുകയാണ്. അതിൽ വലതുവശത്ത് കിടക്കുന്ന ആ 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വീണ്ടും വീണ്ടും നോക്കുകയാണ്. കാരണം ഇനി അധിക നേരം അവൻ തന്നോടൊപ്പം കാണത്തില്ല. ഈ ലോകത്തു നിന്നും അവൻ വേറെ ഏതോ ലോകത്തേക്ക് പോവുകയാണ്. ഇടയ്ക്കെപ്പോഴും കുഞ്ഞ് പാല് കിട്ടാൻ വേണ്ടി ഒന്ന് കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് താഴെ കിടന്നിരുന്ന അമ്മയെ ഉണർന്നു. എടീ സുരിത, കൊച്ചു കിടന്ന് കരയുന്നുണ്ടില്ലേ, കൊച്ചിന് പാല് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൊച്ചിന് പാല് കൊടുത്ത് ഇങ്ങനെ തട്ടി ഉറക്കിയിരിക്കുകയാണ്. ഈ അമ്മയുടെ ഉറക്കമില്ലായ്മ കണ്ട് സുരിതയ്ക്ക് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത. ഈ പണ്ടോരം തൊണ്ടയ്ക്ക് ഉറക്കമില്ലയോ, ഇന്ന് വന്നാലും കിടന്ന് കൊച്ചു കിടന്ന് കരഞ്ഞ ഉടനെ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞ് ശാപവാക്കുകളോടൊക്കെയാണ് ഈ സുരിത കിടന്ന് ഉറങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ ആരുടെയും ബഹളമില്ല. കുഞ്ഞ് നല്ല ഉറക്കം, അമ്മ ഉറക്കം, ആ വീട്ടിലെല്ലാവരും ഉറക്കമാണ്. വീണ്ടും നോക്കുകയാണ്. ഇനി കുഞ്ഞ് അധിക നേരമില്ല. പാല് കുടിക്കാനില്ല, കരയാനില്ല, ചിരിക്കാനൊന്നും ഇനി കുഞ്ഞ് തന്നോടൊപ്പം ഇല്ല. ഈ രാത്രിയോടെ എന്നേക്കുമായിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളയാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ സുരിത. അതിന് ഈ സുരിതയ്ക്ക് കുറേ ന്യായീകരണമുണ്ട്. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന വൃക്കയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഈ ഭാരമില്ലായ്മയുണ്ട്, എപ്പോഴും കരച്ചിലുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളായിട്ടുള്ള കുറച്ച് നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ടല്ലോ. അത് ഈ സുരിതയ്ക്കൊക്കെ വലിയൊരു വിഷയമായിട്ട് എടുത്തിരിക്കുകയാണ്. എന്തായാലും അവൾ ഒന്ന് തീരുമാനിച്ചു, തനിക്ക് ഒരു കുട്ടി മതി. മൂത്തയാൾ നല്ല ആരോഗ്യവാനായിട്ടുണ്ടല്ലോ, ഇളയ കുട്ടി വേണ്ട. തനിക്ക് അവനെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവനെ കൊന്നുകളയാൻ വേണ്ടി പോവുകയാണ് ഈ സുരിത എന്ന് പറയുന്ന ഈ അമ്മ. ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെക്കുവാൻ സുരിതയ്ക്ക് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചിട്ട് ഇപ്പോൾ 36 ദിവസമായി. ദിവസങ്ങൾ കൂടി ചെല്ലുമ്പോൾ, അതായത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിന് നൂലുകെട്ടാണ്. അത് നടത്താൻ പോലും 10 പൈസ പോലും കയ്യിലില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് കുഞ്ഞ് ജനിച്ച് വീണിരിക്കുന്നത്. സജിയുടെയും സുരിതയുടെയും 2 മക്കളിൽ ഇളയാളാണ് ഈ കുഞ്ഞ്. സജിക്കാണ് ഈ കൂലിപ്പണി കേട്ടോ. പണി കിട്ടിയാലായി ഇല്ലാലായി. സ്വന്തമായിട്ട് അയാൾക്ക് വീട് പോലുമില്ല. ഈ സുരിത താമസിക്കുന്നത് അമ്മയോട് സഹോദരിയുടെ ഒപ്പമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ, വളരെ സുരക്ഷിതമൊന്നും അല്ലാത്ത ഈ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ 10 പൈസ വേണമെങ്കിൽ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് തൻ്റെ കുഞ്ഞും ജനിച്ച് വീണിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു പൈസ ഇനി കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും നരക ജീവിതമായിരിക്കും അവനെ കാത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ സുരിത അലട്ടിയിരിക്കുന്നത്. എന്തായാലും ആ നരക ജീവിതം അനുഭവിക്കാൻ ഇനി അവൻ ഭൂമിയിൽ വേണ്ട. ആ ഒരു കാര്യം അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. 1-2 ദിവസത്തെ പ്ലാനിങ് അല്ല ഇത് കേട്ടോ. ദിവസങ്ങളായിട്ട് ഈ സുരിത പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് നടപ്പിലാക്കാൻ പോകുന്നത്. ഈ സമയത്താണ് ഒയ്യൂർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നടന്നിരിക്കുന്നത്. പക്ഷേ അതിലെ പ്രതികൾ പിടിക്കപ്പെടാനുള്ള കാരണം അവരുടെ പ്ലാനിങ് ഇല്ലായ്മയാണ്. പക്ഷേ തനിക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിക്കത്തില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കൃത്യം തന്നെ, ഒരു വിധത്തിലും താൻ പിടിക്കപ്പെടില്ല. ആ ഒരു കാര്യം ഉറപ്പാണ്. എന്തായാലും ഇവൾ ആദ്യം ചെയ്തത് 12 മണി കഴിഞ്ഞപ്പോൾ പിറകിലത്തെ ആ വാതിൽ തുറന്നിട്ട്. അങ്ങനെ തുറന്നിടാൻ ഒരു കാരണം വെച്ചാൽ, ആരോ പിറകിലത്തെ വാതിൽ വഴി വന്ന് കുട്ടിയെ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് കാണുന്നവർ വിചാരിക്കണം. ആ ഒരു കാര്യം വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞു, ഒരു ശബ്ദം പോലും ഇല്ല. ആൾക്കാരെല്ലാം ഉറങ്ങിയിരിക്കുകയാണ്. അമ്മ ഇനി ഉണരത്തില്ല. ആ കാര്യങ്ങളിൽ ഉറപ്പുവരുത്തി പതുക്കെ എഴുന്നേറ്റു ആ കുഞ്ഞിനെ താങ്ങിയെടുത്തുകൊണ്ട് പൂച്ചയെപ്പോലെ പമ്മി ആ ഇരുട്ടിലൂടെ നടന്നു നീങ്ങുകയാണ് സുരിത. അവൾ പോകുന്നത് പിറകിലത്തെ ആ കിണറ്റിൻ്റെ ഭാഗത്തേക്കാണ്. കിണറ്റിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുവാണ്. എന്നിട്ട് 2 ആൾ താഴ്ച വെള്ളം കിടക്കുകയാണ്. അവളൊന്ന് നോക്കി. ഒരിക്കലും ഈ കിണറ്റിൽ പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞു പിന്നെ രക്ഷപ്പെടത്തില്ല. യാതൊരു ദാക്ഷിണ്യമില്ലാതെ, അമ്മയുടെ സ്നേഹമില്ലാതെ, ആ ലാളനില്ലാത്ത ആ സ്ത്രീ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ? ആ കുഞ്ഞിനെ ഒരൊറ്റ തള്ളായിരുന്നു ആ കിണറ്റിലേക്ക്. ഒരു ശബ്ദത്തോടെ ആ കുഞ്ഞിൻ്റെ ജീവിതം ആ കിണറ്റിൽ അവസാനിച്ചു.
എന്നിട്ട് യാതൊരു പശ്ചാത്തലവുമില്ലാതെ ഒരു മനസ്താവുമില്ലാതെ സുരിത വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഒന്നും അറിയാത്തതുപോലെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ സുരിത എഴുന്നേൽക്കുവാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ തൻ്റെ പദ്ധതി എല്ലാം പാളിപ്പോകും. അവൾ ഒരു ബഹളം വെക്കുകയാണ്. അയ്യോ, തൻ്റെ കുഞ്ഞിനെ കാണില്ല, എൻ്റെ കുഞ്ഞിനെ കാണില്ല, ആരാണ് എടുത്തിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഈ ബഹളമെല്ലാം കേട്ട് കിടന്നിരുന്ന അമ്മ എഴുന്നേൽക്കുന്നു, സഹോദരി വരുന്നു, ആകപ്പാടെ ഒരു ബഹളം തന്നെ. കുറച്ച് മാറി താമസിച്ചിരുന്ന സജി ഓടി ഈ വീട്ടിലേക്ക് എത്തുകയാണ്. അയാൾ നേരെ പോലീസിനെ അറിയിക്കുന്നു. അങ്ങനെ പോലീസെല്ലാം ആ വീട് മുഴുവൻ പരിശോധിക്കുകയാണ്. പോലീസിന് ഒരു കാര്യം ബോധ്യമായി, പിറകിലത്തെ വാതിൽ തകർത്തുകൊണ്ടാണ് ആരോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിനിടയ്ക്കിൽ മറ്റൊരു മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുകയാണ്. അതായത് ഈ സുരിതയുടെ അമ്മയുടെ മൊഴി. പരിചയമുള്ള ഒരാൾ എടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞ് അനങ്ങാതെ കിടക്കത്തുള്ളൂ. പരിചയമില്ലാത്ത ഒരാൾ എടുത്തെങ്കിൽ കുഞ്ഞ് കരയും, അല്ലെങ്കിൽ മണം പിടിച്ചെങ്കിലും കൊച്ചു കരയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പരിചയമുള്ള ആരോ ഒരാളാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതാരായിരിക്കും? അങ്ങനെ ചില സംശയങ്ങൾ അവിടെ നിഴലിച്ച് നിൽക്കുകയാണ്. നേരം വെളുത്തു പോലീസ് അവിടെ മുഴുവൻ പരിശോധിക്കുകയാണ്. ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല. പോലീസിന് ഇത് തീരാ തലവേദനയായിട്ട് മാറുന്ന കേസാണ്. കാരണം തൊട്ട് മുമ്പാണ്, കുറച്ച് ദിവസം മുമ്പാണ് ഓയൂരെ സംഭവം ഒന്ന് സെറ്റിൽ ചെയ്തത്. അടുത്ത സംഭവം വീണ്ടും വന്നിരിക്കുകയാണ്. ഇതും കണ്ടുപിടിച്ചാൽ പറ്റത്തില്ല. കുഞ്ഞിനാണ് കാണാതായിരിക്കുന്നത്. അതും 36 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിനെ എവിടെ പോയി? കുഞ്ഞിനെ ആര് കൊണ്ടുപോയി? വാതിൽ തകർത്ത് ആരായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്? കള്ളന്മാരാണോ, ദുഷ്ടന്മാരാണോ, കൊലപാതകളാണോ? ഒരു പിടിയുമില്ല. അങ്ങനെ ആ പരിസരം മുഴുവൻ പോലീസ് ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഒരു കാഴ്ചയിലേക്കാണ്. പോലീസ് ഞെട്ടി, സർവർ ഞെട്ടി. ആ കാഴ്ച കൊണ്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ആ കാഴ്ചയിലേക്ക് എല്ലാവരും നോക്കുകയാണ്. കിണറ്റിൻ്റെ ആ സൈഡിൽ ഒരു ടവൽ തൂങ്ങിക്കിടക്കുന്നു. അതായത് കുഞ്ഞിനെ പുതപ്പിച്ച ആ കുഞ്ഞിൻ്റെ മണമുള്ള ആ ടവല്. ആ ടവൽ എങ്ങനെ അവിടെ വന്നു? ആൾക്കാരും പോലീസെല്ലാം നേരെ ആ ടവലിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ടവലിൻ്റെ അറ്റം നീളുന്നത് ആ കിണറ്റിലേക്കാണ്. ഒന്ന് നോക്കി കിണറ്റിലേക്ക്. കുഞ്ഞൊരു പക്ഷേ കിണറ്റിൽ കാണുമോ? അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ പോലീസ് നേരെ വിളിക്കുന്ന ഫയർഫോഴ്സിനെയാണ്. ഫയർഫോഴ്സ് സംഘം കിണറ്റിലിറങ്ങുന്നു. ഒരു ബോഡി കണ്ടെത്തുകയാണ് കിണറ്റിൽ. ഒരു 36 ദിവസം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ബോഡി എടുത്ത് കരക്കിടുന്നു. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, എല്ലാ കണ്ണുകളും നേരെ ചെന്ന് നിന്നത് എവിടെയാണ്? ആ അമ്മയിലേക്ക്, അതായത് സുരിത എന്ന് പറയുന്ന ആ സ്ത്രീയിലേക്കാണ്. അവൾ ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ നമ്മുടെ പോലീസിൻ്റെ ചോദ്യം ചെയ്യലല്ലേ, തത്ത പറയുന്ന പോലെ അവൾ എല്ലാ കാര്യങ്ങളും ഏറ്റു പറയുകയാണ്. അവൾ പറഞ്ഞ കാര്യം കേട്ട് എല്ലാവരും ഞെട്ടി കേട്ടോ. കൊച്ചിനെ പോറ്റാൻ മാർഗ്ഗമില്ല, കൊച്ചിന് അസുഖമാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഈ കൊച്ചിനെ വേണ്ട എന്നുള്ള ഒരു നിസ്സാര കാരണമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ കിണറ്റിൽ കൊണ്ടിട്ട് ആ ടവല് കിട്ടിയില്ല എന്നിരിക്കട്ടെ, എങ്കിൽ തന്നെ എത്രയോ തെളിവുകൾ ആ വീട്ടിലുണ്ട്. ആ കുഞ്ഞിൻ്റെ ബോഡി കിണറ്റിൽ കിടക്കുമല്ലേ, ഇന്നലെ നാളെ ആ ബോഡി കണ്ടെത്തും. അതൊരു വലിയ തെളിവല്ലേ. അത് മാത്രമല്ല, ആ സ്ത്രീ അവശേഷിപ്പിച്ച ഫിംഗർ പ്രിൻ്റ് ആയാലും മറ്റേതായാലും ഒരുപാട് തെളിവുകൾ ആ വീട്ടിലുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് നമ്മുടെ കഥാനായിക. നമ്മുടെ അമ്മമാർക്കൊക്കെ എന്താ സംഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കി. എത്ര വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. കാമുകന്മാർക്ക് വേണ്ടി കുഞ്ഞിനെ കൊന്നു, ഭർത്താവ് ദേഷ്യപ്പെട്ടപ്പോൾ കുഞ്ഞിനെ പിടിച്ച് തലക്കടിച്ച് കൊന്നു. അങ്ങനെയുള്ള നിസ്സാര കാര്യത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ജന്മം കൊടുത്ത കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർക്ക് ഈ ലോകത്തിൽ മാത്രമല്ല കേട്ടോ, പരലോകത്ത് പോലും സമാധാനം കാണത്തില്ല. കടബാധ്യതയാണ്, കുഞ്ഞിനെ നോക്കാൻ മാർഗ്ഗമില്ല, പ്രശ്നമാണ്, രോഗമാണെന്നൊക്കെ പറഞ്ഞാണ് ഈ കുഞ്ഞിനെ കൊന്നിരിക്കുന്നത്. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യം ഈ ലോകത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഈ പെൺകുട്ടി കാണിച്ച പണിക്ക് എന്താ പറയുന്ന പേര്? അഹങ്കാരം. അപ്പോൾ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ കിട്ടണം അല്ലേ? അങ്ങനെ തക്കതായ ശിക്ഷ ഈ പെൺകുട്ടിക്ക് കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരമൊന്നും നമ്മുടെ അമ്മമാർ കാണിക്കരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.